ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പെരുമാറുന്നത് എന്ന് എം.പി. രാജേഷ്. പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള ഇ.ഡി. നീക്കം CPIM-നെയും ഇടതുപക്ഷത്തെയും ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ബംഗാളിലും ത്രിപുരയിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPIM-ന് നേരെ നടത്തിയിട്ടുള്ള കിരാതമായിട്ടുള്ള ആക്രമണങ്ങളെ അനുസ്മരിപ്പിക്കുന്ന അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ എന്നതുപോലെ കോൺഗ്രസ് BJP സംയുക്ത നീക്കമാണ് പിണറായിക്കെതിരായിട്ട് നടന്നിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് പരാതി കൊടുത്തത് PCC പ്രസിഡന്റായിരുന്നു, കോൺഗ്രസിന്റെ ഡൽഹി പ്രസിഡന്റായിരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. അവസാന കേസ് എന്തായി നമ്മളെല്ലാവരും കണ്ടു. കോടതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിട്ടു. അതാണ് EDയുടെ വിശ്വാസ്യത എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയില്ലാത്ത ഒരു അന്വേഷണ ഏജൻസി രാഷ്ട്രീയ വേട്ടയ്ക്ക് മാത്രം പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റുന്ന ഒരു സംഘമാണ് ED. പിണറായിയുടെ വീട്ടിലെ ED റെയ്ഡ് കോൺഗ്രസ് BJP ഡീലാണെന്ന് മുൻമന്ത്രി രാജേഷ് കുറ്റപ്പെടുത്തി. റെയ്ഡിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി 40 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. റെയ്ഡിന്റെ ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്നും അങ്ങനെയല്ലെങ്കിൽ മുഖ്യമന്ത്രി തെളിയിക്കട്ടെയെന്നും രാജേഷ് പറഞ്ഞു. വളരെ തന്ത്രപരമായി BJP വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്ന് ഉറപ്പാക്കാൻ. അതിനുശേഷമുള്ള വേട്ട ഇപ്പൊ നടക്കുകയാണ്. ഇതിനെ നേരിടാൻ ഇടതുപക്ഷത്തിനറിയാം. ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടേണ്ടത് നിയമപരമായിട്ടും നേരിടും. ഇന്നലെ 40 മിനിറ്റാണല്ലോ മുഖ്യമന്ത്രി സതീശൻ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയത്. ഇന്ന് രാവിലെ റെയ്ഡ് നടക്കുന്നു. ഇതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണോ അരിയാഹാരം കഴിക്കുന്നവരൊക്കെ വിശ്വസിക്കേണ്ടത്? വലിയ ഒരു ഗൂഢാലോചന, ഒരു വൻ പദ്ധതി ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് വി.ഡി. സതീശൻ പോകുന്നത്. എന്താ അത് കേരളത്തിൽ BJPക്ക് ഒരു വിഷയമാവാത്തത്? മാധ്യമങ്ങൾക്ക് വിഷയമല്ല വോട്ട്, BJPക്കും അത് വിഷയമാവാത്തത്? ഇപ്പൊ പിണറായി വിജയനാണ് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും CPIM നേതാക്കളാണ് പോയതെന്ന് കരുതുക. എന്താകുമായിരുന്നു കേരളത്തിലെ ചർച്ച? ഇത് മറച്ചുവെക്കാനാണ് വി.ഡി. സതീശൻ തിരഞ്ഞെടുപ്പ് കാലത്ത് CPM BJP ഡീലെന്ന് പ്രചരിപ്പിച്ചത്. വി.ഡി. സതീശൻ മംഗലാപുരത്തേക്ക് ചാർട്ടർ വിമാനത്തിൽ പോയത് എന്തിനെന്നും BJPക്ക് ഇതൊരു വിഷയമേ അല്ലെന്നും രാജേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.